നീ ഒന്ന് വന്നിട്ട് നമുക്കെന്തായിരുന്നു എന്തെങ്കിലും കാരണം മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്നിട്ട് റൂമൊക്കെ എന്തെങ്കിലും കാരണം എനിക്ക് ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എവിടെയോ വരുന്നുണ്ട്, കാണാൻ പറ്റും. അന്നും കൂടെ മോളെ ഉപയോഗിക്കാന്ന് വിചാരിച്ചോ തെണ്ടി. നാണമാനം ഇല്ലാത്ത എന്തോ ബൈക്കിന്റെ ഡെലിവറി അങ്ങനെ എന്തോ പറഞ്ഞു. സജന, നിനക്ക് നാണം എന്ന് പറഞ്ഞൊരു സാധനമുണ്ടോ? മാനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ടോ? നീ നിന്റെ നിലനിൽപ്പിനും നിന്റെ ആഗ്രഹങ്ങൾക്കും നിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് നീ നടന്നിട്ടുള്ളത്. നിന്റെ ഡ്രീം എവിടാണ് അത് മാത്രം തേടിയേ നീ പോയിട്ടുള്ളൂ. നിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അത് ഇതുവരെ ഞാൻ നിന്റെ വീഡിയോ ചെയ്തപ്പം നീ കാണിച്ചു കൂട്ടിയിട്ടുള്ള പ്രവർത്തികളാണെങ്കിലും ശരി, ഒരു ഭർത്താവ് ഇരിക്കുക മറ്റൊരാളെ കല്യാണം കഴിക്കാനായിട്ട് ഓടിപ്പോയിട്ടുള്ള കാര്യങ്ങളാണ് ശരി, എല്ലാം നിന്റെ ഇഷ്ടം എവിടെയാണ്, നിന്റെ ടേസ്റ്റ് എവിടെയാണ് അത് മാത്രം നോക്കിപ്പോയിട്ടൊരു കാര്യമാണ്. അതാണ് എന്നെ ഇതുപോലൊരു വോയിസ് കിട്ടിയപ്പം വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച ഒരു കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് തൊട്ട് തന്നെ ഈ സജിന അണ്ടർ 18 ഒരു കാര്യമായിട്ട് ഈ ഫിറോസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു കാര്യമുണ്ട്, അതിൻ്റെ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, ആളാരാന്ന് എനിക്കറിയാം, തെളിവുകൾ എൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം ചർച്ചകൾ കൊണ്ടുവന്നായിരുന്നു. ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള വോയിസുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് ഈ സജിന തന്നെ സംസാരിക്കുന്ന വോയിസുകൾ, ഇനി ഏയാന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ. അതിനുശേഷം ഫിറോസ് സജിനയോട് സംസാരിക്കുന്ന വോയിസും ഈ കാര്യം വ്യക്തമായിട്ട് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു സാധനം പുറത്ത് വിട്ടു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവൻ തന്നെ ഇല്ലാതാക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരുമേ എന്ന് പറയുന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. നീ പറയുന്നുണ്ട് നിനക്ക് 16 വയസ്സുള്ളൊരു മകളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നീ പറഞ്ഞിട്ടുള്ള ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കൊച്ചിൻ്റെ പ്രായം ഞാനിപ്പോൾ പറയുന്നില്ല. തൻ്റെ മകളുടെ പ്രായമുള്ള ഒരു കൊച്ചിനോട് നിനക്ക് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നീ ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വോയിസിനകത്ത് ഒരുപാട് സ്ഥലത്ത് ഞാൻ ബീപ്പിടും. കാരണം അത് ബീപ്പിടണോടാ. സ്വന്തം മകളുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയോട് അതേ ലെവലിലൊരു അമ്മ നിൽക്കുമ്പോഴത്തേക്കിന് ചോദിക്കാൻ പാകത്തിലുള്ളതല്ല. അവിടെ ഒരു ദേഷ്യവും കണ്ടില്ല, അവിടെ ഒന്നും കണ്ടില്ല. നിനക്ക് വേണ്ട എന്തായിരുന്നു? ആ കോളിനകത്ത് തെളിവുകൾ മാത്രം, വ്യക്തമായ തെളിവുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അത് ആർക്ക് വേണ്ടിയിട്ട്? എക്സ് ഹസ്ബൻഡിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി നീ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാതാപിതാക്കളുടെ പെർമിഷൻ എടുത്തിട്ടാണോ നീ ഈ പരിപാടി ചെയ്തിരിക്കുന്നത്? അല്ല. കാരണം ആ വോയിസിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പം വീട്ടില സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം വീട്ടിൽ നിന്നില്ലാത്തപ്പം മോള് ഇത്തേ കോണ്ടാക്ട് ചെയ്താൽ മതിയെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കേ, നീ എത്ര ക്രൂക്കഡ് മൈൻഡിലായിട്ടുള്ള ലേഡിയാ, എത്ര ക്രൂക്കഡ്. നീ അത്ര ജെനുവിൻ സ്ത്രീ ആയിരുന്നെങ്കിൽ നിന്റെ മകളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് അനുഭവിച്ച അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു സാധനം ആ സെൻസിൽ എടുക്കുന്ന ഒരു പെണ്ണായിരുന്നുവെങ്കിൽ നീ എന്തോ ചെയ്യുന്നറിയോ? ഫസ്റ്റ് കേസുമായിട്ട് മുന്നോട്ട് പോകും അല്ലേ? അതല്ലേ വേണ്ടത്? അത് ചെയ്ത് കാണിച്ചു കൊടുക്കണമായിരുന്നു. അവിടെ നിന്നെ ആൾക്കാർ അപ്രിഷിയേറ്റ് ചെയ്തനായിരുന്നു. നീ ഇതുവരെ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ നിനക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം അവിടെ വന്നേനമായിരുന്നു. അതൊന്നും കാണിക്കാതെ നീ ഈ കാണിച്ചു വെച്ചോണ്ടിരിക്കുന്ന കാര്യവും അത് ഫിറോസിനെതിരെ പ്രയോഗിച്ചാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യത്തില്ല. ഫിറോസ് തന്തയില്ലാത്തവൻ, അത് ഡെഫിനറ്റ്, അത് ഇവിടെ തന്നെ, അത് അവൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നീ കാണിച്ചത് എവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും? ആർക്ക് നിനക്കൊരു കൺസെഷൻ തരാൻ പറ്റും? ഒന്നും തരാൻ പറ്റത്തില്ല. ഒരു പരിപാടി, ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും അധികം സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. കാരണം രണ്ട് പറയാതെ ആ വോയിസിൻ്റെ അടുത്ത് ആമാനം എടുത്ത് നമുക്ക് മുന്നിലേക്ക് വെക്കാൻ പറ്റത്തില്ലടാ. അവർ ഒറ്റ കാര്യങ്ങളും കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ആ വോയിസ് 2 വോയിസുകളുണ്ട്. ആ വോയിസ് 2 നമുക്കൊന്ന് കേട്ട് വരാം എങ്ങനെയാന്നുള്ളത്. എന്താണ് കേസ് കൊടുക്കണ്ട, കേസ് കൊടുക്കുന്നത് ഞാൻ തന്നെ കേസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവരത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം എനിക്ക് വന്നിട്ടുണ്ട്, എൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ആ കൊച്ചിൻ്റെയോ ഡീറ്റെയിലോ വെളിയിൽ വരരുത് ഞാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കല്ല, ഞാനൊരു മോളെ പോലെ കാണുന്നുണ്ടാ. എനിക്ക് നീ ആരാണോ ഇവനോടൊക്കെ പോയെന്ന് പറയുമ്പോൾ എനിക്ക് നിന്നോട് അത്രയും പുച്ഛം തോന്നത്തുള്ളൂ. പക്ഷെ നീ ഒരു പാവം പിടിച്ച കൊച്ചാണെന്ന് എനിക്ക് വീണ്ടും ഞാൻ പറയാം, തോന്നിട്ടാണ് ഞാൻ പറയുന്നത്. നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നത് പാവം പിടിച്ച കൊച്ചാണ് എൻ്റെ മോളെ പോലാണെന്ന്? എന്നിട്ട് നീ ആ മോളെ പോലുള്ളതിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഇനി നീ ചോദിക്കാനായിട്ട് പോകുന്നത്? പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. എത്ര നാളത്തെ റിലേഷൻഷിപ്പ്, എന്തൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു, എങ്ങനെ പരിചയപ്പെട്ടത്, ഉള്ള കാര്യങ്ങൾ എനിക്കറിയാം. എങ്ങനെയൊക്കെയായിരുന്നു? ഇല്ല മോനെ, മെസ്സേജ് പറ്റത്തില്ല, നീ സംസാരിച്ചാൽ മതി. ഓൾസോ ത്രട്ടണിങ്. നീ ആ പെൺകുട്ടിയെ ത്രട്ടൺ ചെയ്തോണ്ടിരിക്കുക. അത് 17 വയസ്സോ അല്ലെങ്കിൽ എത്രയോ ആയിക്കോട്ടെ, അല്ലെ അതിൽ താഴെ ആയിക്കോട്ടെ. അങ്ങനെ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് നേർവഴി പറഞ്ഞു കൊടുക്കേണ്ട സാധനത്ത് നീ ത്രട്ടൺ ചെയ്തുകൊണ്ടിരിക്കുക. ടെക്സ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല, വോയിസിലേ പറ്റത്തുള്ളൂ. കാരണം എന്താ? തെളിവ് ശേഖരിക്കുക.
അങ്ങനെ ഒരു തെളിവ് ശേഖരിക്കാൻ നീ ആരാ? ഇതുപോലൊരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ ചോദിക്കാൻ നീ ആരാ? നിന്റെ ഹസ്ബൻഡ് ഓർ എക്സ് ഹസ്ബൻഡ്. നിനക്കത് നിയമപരമായിട്ട് നേരിടായിരുന്നല്ലോ. നീ അത് വിളിച്ച് ചോദിക്കാൻ നീ ആരാ? നിന്റെ ഐഡന്റിറ്റി എന്തുവാ? നീ ചോദിക്കാനായിട്ട് നീ എവിടെ വർക്ക് ചെയ്യുന്നു? സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇതുപോലൊരു തേർഡ് റേറ്റ് പരിപാടി കാണിക്കുന്ന നിലവാരം ഉള്ളായിരുന്നു നിനക്ക്. ഇതുവരെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വീട്ടിലാണോ? ഹലോ, വീട്ടിലാണോ? ടെൻഷൻ അടിക്കണ്ട, കുഴപ്പമില്ല. രാവിലെ വിളിച്ചാൽ മതി. വീട്ടിലാണോ? രാവിലെ ഇത്തേ വിളിച്ചാൽ മതിയെന്ന്. നീ കഴിഞ്ഞ ഇന്റർവ്യൂകളില് മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവൻ, എനിക്ക് കുഞ്ഞു കുട്ടികളെ ആരെങ്കിലും ഉപദ്രവിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്റെ ചങ്ക് തകർന്നു പോകും എന്ന് നീ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ പൊളിഞ്ഞു വീണടി, ഇല്ലാതായി, ഇവിടെ അവസാനിച്ചു, നശിച്ചു. ഒരു ബോധമുള്ള ഒരു സ്ത്രീ ആയിരുന്നു നീയെങ്കിൽ നീ ഫസ്റ്റ് അവരെ പാരൻസിനെ ഇത് അറിയിച്ചിട്ട് അവരുടെ പ്രസൻസിലായിരിക്കണം നീ ഇത് ചോദിക്കണ്ടേ. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ രണ്ടുപേരും നിന്നെ സപ്പോർട്ട് ചെയ്തേനെ വരുന്നത്. നീ വലിയതായിട്ട് കുറ്റം തെളിയിക്കാൻ നോക്കിയതാ. പക്ഷെ ഏത് ഹോട്ടലിന്റെ ഡീറ്റെയിൽ എനിക്ക് ഹോട്ടലിന്റെ വിഷ്വൽ വീഡിയോസ് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ കയറി പോകുന്ന ഏത് ഹോട്ടലാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറയണം. എന്ത് പറഞ്ഞിട്ടാണ് നിന്നെ അവിടെ കൊണ്ടുപോയെന്ന് എനിക്ക് അറിയണം. അതൊക്കെ ഒന്ന് ഇതാകൊന്ന് ടെക്സ്റ്റായിട്ട് മെസ്സേജ് ഇട്ടോ. രാവിലെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. ടെക്സ്റ്റ് ചെയ്തോ. പിന്നെ എപ്പോഴാണ് പരിചയപ്പെട്ടത്? നിങ്ങൾ സംഭാഷണമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കൂ. ഇത്താക്ക മോളുടെ നിങ്ങൾ സംസാരിക്കുന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയക്കും. നിങ്ങൾ തമ്മിൽ നിൽക്കുന്ന ഫോട്ടോസ് ഏതെങ്കിലും ഒരെണ്ണെങ്കിലും ഉണ്ടോ? ഒരെണ്ണെങ്കിലും. അത് എനിക്ക് വേണ്ടിയിട്ടാ, വേറെ ഒന്നിനും അല്ല. എനിക്ക് വേണ്ടിയിട്ടാ. ഒരിക്കലും ഞാൻ വല്ലാഹി സത്യം, റബ്ബ് സത്യം ഞാൻ പറയുക, മക്കള് സത്യം, എന്റെ മക്കള് സത്യം. ഒരു എന്ത് തെമ്മാടിത്തരം കാണിച്ചിട്ടും അല്ലാ 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 എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. എനിക്ക് വിട് നിന്റെ വെളിയിൽ പോകത്തില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്നത്തെ ഒരു കളിപ്പിൽ ഞാൻ കംപ്ലീറ്റ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. ഒരു ഫോട്ടോ പോലും ഇല്ല എവിടെയും. ഒരു ഫോട്ടോ പോലും എവിടെയില്ല. ഹലോ, ഇതുപോലൊരു കൊച്ചിനെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റുമോ? പ്രേരിപ്പിക്കാൻ പറ്റുമോ? ത്രട്ടൺ ചെയ്യാൻ പറ്റുമോ? ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കിന് അതിന്റെ ഫീലിങ്സ് എന്തോന്ന് മനസ്സിലാക്കാൻ സംസാരിക്കാനായിട്ട് പറ്റുമോ? അതിനൊക്കെ നിനക്ക് ആരാ അധികാരം തന്നത്? അങ്ങനെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണോ? ഹലോ, ഒരു ഫോട്ടോ പോലും എവിടെയില്ല. ഇല്ല സാർ, ഞാൻ തപ്പി നോക്കിയിട്ട് പറയാം. ഞാനേ അന്ന് ഈ ഫോണല്ലാതെ യൂസ് ചെയ്തത്, വേറൊരു ഫോണായിരുന്നു. ഞാൻ ഈ അടുത്താണ് ഫോണിന്ന് മാറി. എന്തായാലും നോക്ക്, ഗാലറി കാണാതിരിക്കും. ഒരെണ്ണെങ്കിലും കാണാതിരിക്കത്തില്ല നിങ്ങൾ തമ്മിലുള്ള ഫോട്ടോ. ഞാൻ വല്ലാഹി സത്യം, ഞാൻ അതൊരിക്കലും ഞാൻ പബ്ലിക്കിൽ ഇട്ട് കൊടുക്കത്തില്ല. അതൊരിക്കലും നീ പേടിക്കണ്ട. അത് ഇട്ട് തരുന്ന വാക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പൊ വേണമെങ്കിൽ പോലും പബ്ലിക്കിൽ ഇതെടുത്തിട്ട് എനിക്ക് സുഖമായിട്ട് പറയാൻ മോളെ ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞില്ലേ, നീ ഒരു പെൺകൊച്ചാണ്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ഞാൻ വലിച്ചു കീറും. ബാക്കി ഇവന്റെ കുറെ ലിസ്റ്റുകളുണ്ട്, എല്ലാവരും ഡീറ്റെയിൽസ്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ഞാൻ വലിച്ചു കീറിയിരിക്കും. ഞാനിപ്പോഴാണ് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്താ പ്രശ്നം എന്നൊക്കെ നോക്കിയത്. ഞാൻ കുറച്ച് സോഷ്യൽ മീഡിയ ഞാൻ ആക്റ്റീവ് അല്ല. കാരണം ഞാൻ ഇയാളോട് പിരിഞ്ഞെന്ന് പറഞ്ഞിട്ട് അയാള് പോയിട്ട് പിന്നെ എന്നെ തന്നെ ചതിച്ച അയാൾ കേട്ടിരിക്കുന്നത്. ആദ്യത്തെ ഭാര്യ ഡിവോഴ്സ് ചെയ്തിട്ടില്ല അയാള്. ഇപ്പോഴാണ് ഞാനും അത് അറിയുന്നത്. ഈ രജിസ്റ്റർ മാരേജ് പോലും ഇല്ലീഗൽ. ഹലോ, കേൾക്കുന്നുണ്ടോടാ? ഈ രജിസ്റ്റർ മാരേജ് പോലും ഇല്ലീഗലാണ്. അതായത് പുള്ളി എന്നെ കെട്ടിയിട്ടില്ല. അതായത് കെട്ടിയിട്ടെന്നല്ല, ആദ്യത്തെ വൈഫിനടുത്ത് ഡിവോഴ്സ് കൊടുക്കാതെ എന്നെ മാരേജ് ചെയ്തേക്കുന്നത്. നമ്മൾ തന്നെ പറഞ്ഞത് ഡിവോഴ്സ്. ഇതുപോലുള്ള ഫക്കിംഗ് തിങ്സ് എന്തിനാണ് അതുപോലൊരു കുട്ടിയെടുത്ത് ഷെയർ ചെയ്യുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് അങ്ങനെ ടോക്ക് വരേണ്ട കാര്യം എന്താണ്? ഇതിനുള്ള വ്യക്തമായ മറുപടി അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് ഡെഫിനറ്റ് ആയിട്ടും ഗവൺമെന്റ് തക്കതായ നടപടി എടുക്കണം. തീർച്ചയായിട്ടും എടുക്കണം. അതാണ് മെയിൻ ഉദ്ദേശം ഈ വീഡിയോ ചെയ്യുന്നതിന്റെ. ഇത്താർത്ഥ സംസാരിച്ചപ്പോ 180 പവൻ പുള്ളിക്കാരെ പറ്റിച്ചുകൊണ്ട് പോയേക്കോ.
അവർ കേസ് ഫയൽ ചെയ്തോണ്ടിരിക്കും അവന്റെ പേരിൽ ക്രിമിനൽ കുറ്റം. ഞാൻ സത്യം പറഞ്ഞ ഇത് ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് പുള്ളി എങ്ങനെയുള്ളതാണ് കംപ്ലീറ്റ് കഥകൾ ഞാൻ അറിയുന്നത്, പക്കാ ഫ്രോഡാണെന്നുള്ളത്. മോളെ എന്തൊക്കെ പറഞ്ഞ ഭീഷണിപ്പെടുത്തിയത് ഇയാള്? ഭീഷണിപ്പെടുത്തിയ ശേഷം അങ്ങനെയല്ല, എന്താ ലാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്റെ പേരിലല്ല, ഒരു ഫേക്ക് അക്കൗണ്ടിൽ പുള്ളിക്ക് ഒരു മെസ്സേജ് പോയായിരുന്നു. ആർക്ക്? മോള് പോയോ? എന്തോ അല്ല, എന്റെന്നല്ല, വേറെ ആരോ. അപ്പൊ അന്ന് തന്നെ എന്തൊക്കെയോ ഒന്നും രണ്ടും പറഞ്ഞ അങ്ങനെ ഇഷ്യൂ ആയിട്ട് ഞങ്ങൾ നിൽക്കായിരുന്നു. അതില് പിന്നെ ഇത് ഞാനാണ് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേത് എന്ന് ചോദിച്ച് എന്നോട് ചൂടായി. ഞാൻ പറഞ്ഞു ഞാനല്ല. മോക്ക് മെസ്സേജ് അയച്ചു? അല്ല, പുള്ളിക്ക് അങ്ങോട്ട് അയച്ചത്. അത് ആരാന്നറിയില്ല. അത് ഞാന് പുള്ളിയോടുള്ള ദേഷ്യം തീർക്കാനാണെന്ന് വിചാരിച്ച് ആ ഫേക്ക് അക്കൗണ്ടിൽ തന്നെയാണ് പെട്ടെന്ന് പുള്ളിയത് അവരെ ഹസ്ബൻഡ് എന്തോ പുള്ളിക്ക് എന്തോ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അതും വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ ഉടായിപ്പ് ഇതുപോലെ പറ്റിച്ചിട്ട് അവര് വിളിച്ചിട്ടതായിരിക്കും. അതില് അന്ന് തന്നെ കൊറേ ഇങ്ങനെ ശനിയാ സൈബർ സെല്ലിലാണ്. ആര് സൈബർ സെല്ലിന്ന്? അയാള് ഹലോ, ആര് സൈബർ സെല്ലിന്ന് മോളെ അയാളുടെ? അല്ല, പുള്ളി സൈബർ സെല്ലിൽ ഇരിക്കണോട് എന്റെ പരിചയക്കാരുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കൊറേ എന്നോട് പറഞ്ഞു. എനിക്ക് കറക്റ്റ് കാരണം 2 വർഷം മുന്നേ നടന്നല്ലേ. അതില് പിന്നെ അങ്ങോട്ട് വലിയ കോണ്ടാക്ട് ഒന്നും. 2 ആണോ 1 വർഷമാണോ? 2 വർഷം മുന്നേ. 2 വർഷമാണോ? 2 വർഷം മുന്നെയാണ്. അതെ. അതില് പിന്നെ എന്താ ഞാൻ കൊറേ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കി. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് മോളെ നൈസിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒഴിവാക്കാൻ നോക്കുന്നു, അത്രേ ഉള്ളൂ. അത് പിന്നെ ഞാൻ കസിൻസിനോട് ഇത് പറഞ്ഞായിരുന്നു. അതില് പിന്നെ എനിക്ക് അവരെ ഭാഗത്തുനിന്നും കൊറേയൊക്കെ ചീത്ത കിട്ടിയത് തന്നെയാണ്. ഇവരുടെ കസിൻ ഇവരില്ലേ, അല്ല ഈ പുള്ളിക്കാരന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോലും ഈ പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരുത്തിനെ കിട്ടിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അത് പക്ഷെ കിളിന്ത് അവന്റെ കുഞ്ഞിന്റെ പ്രായം പോലും ഇല്ലെന്നുള്ളതും അവന് മനസ്സിൽ ചിന്തിക്കുന്നത് പോലുമില്ല. ആ പെൺകുഞ്ഞും വളർന്നു നിൽക്കുക. അതുപോലെ ആ കുഞ്ഞും ഈ കുഞ്ഞും നീയായിട്ട് എന്ത് ഡിഫറൻസ് ഉണ്ട്? 1 വയസ്സിന് ഡിഫറൻസേ ഉള്ളൂ മൂത്ത മോളുമായിട്ട്. അതറിയാവോ? മൂത്ത മോള് പുള്ളിയുടെ ആദ്യത്തെ വൈഫിന്റെ കുഞ്ഞിന് ഇപ്പം 17 വയസ്സ്, 16 വയസ്സ് കഴിഞ്ഞ് 16 കഴിഞ്ഞ് 17, രണ്ടും 1-2 വയസ്സിന് ഡിഫറൻസ് ഉള്ളൂ നിങ്ങൾ തമ്മിൽ. ഒന്ന് ഓർത്ത് വെക്കണം. അത്രയും വൃത്തികെട്ടവനാണ്. ഇല്ല അള്ളാഹുവേ, ഒരു പൊടി കുഞ്ഞ് മോള് അവള്. അയ്യോ, അതൊന്നും പടച്ചമ്പുരാനെ, അതൊന്നും ആ കുഞ്ഞുങ്ങൾക്ക് പോലും ആ കുഞ്ഞിന് പോലും ഒരു കാര്യം കൊടുക്കാതിരിക്കുന്ന ഒരുത്തനാകൻ. അല്ല, എന്റെ അറിവില് ഒരു മോനുണ്ട് എന്നാണ് എന്റെ അറിവിലുള്ളത്. മോളെ കാര്യം എനിക്കറിയില്ല. മോനല്ല, ഒരു മോളും ഉണ്ട്. 16-17 വയസ്സുണ്ട് കുഞ്ഞിന്. അതേപോലെ തന്നെ പുള്ളിക്കാരിക്ക് എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞത് നിന്റെ അടുത്ത്? പുള്ളിക്കാരന് എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞത്? എത്രാമത്തെ ബർത്ത്ഡേക്കാ നീ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തത്? ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല, ഞാൻ അല്ലാതെ കൊടുത്തിട്ടുണ്ട്. ഷർട്ടോ ഫോട്ടോസോ എന്തൊക്കെയോ എടുത്ത് കൊടുത്തിട്ടുണ്ടല്ലേ? എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞത്? വയസ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. വാപ്പാക്ക് എത്ര വയസ്സുണ്ട് മോളുടെ? എന്തോ ഒരു 50 ഉണ്ടാവും. 60 വയസ്സുണ്ടോ? ഇത് പുള്ളിക്കാരന് 44, 45-ാമത്തെ വയസ്സ്. ഒരു വെട്ടവേ നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളൂ ഉറപ്പാണോ? എൻ്റെ അടുത്ത് കള്ളം പറയരുത്. ഒരു വെട്ടവേ ഹലോ, കേൾക്കുന്നില്ലേ? എൻ്റെ അടുത്ത് കള്ളം പറയരുത്. നിങ്ങൾ തമ്മിൽ ഒരു വെട്ടവേ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളോ? സത്യം പറ. സത്യമേ പറയാവുള്ളൂ, കള്ളം പറയരുത്. ഞാൻ ആ കൊറ്റത്തവനെ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ അന്ന് പോയത് 3 പേരാ. ആരൊക്കെ ഉണ്ടായിരുന്നു മോളുടെ കൂടെ?
ഞാനും എന്റെ നൈബറും നൈബറിന്റെ കസിനും ഞങ്ങൾ 3 പേരും ഫ്രണ്ട്സാണ്, കോമൺ ഫ്രണ്ട്സാ. ഇപ്പൊ വിളിച്ച 2 പേര് തന്നെ? അല്ലല്ല, അവരല്ല, അവര് കസിൻസാ. ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ ഉറപ്പാണോ? ആ പിന്നെ പിന്നെ കൊറേ മുന്നേ എന്താ എന്നെ വിളിച്ചിരുന്നോ, എവിടെയോ വരുന്നുണ്ട്, കാണാൻ പറ്റും ചോദിച്ചിട്ട്. അന്നും കൂടെ വിചാരിച്ചോ തെണ്ടി, എന്തോ ബൈക്കിന്റെ ഡെലിവറി അങ്ങനെ എന്തോ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, കാരണം പിന്നെ മനസ്സിലായല്ലോ അല്ല എന്താന്ന്. എനിക്ക് നിങ്ങൾ തമ്മിലേ സംസാരിക്കുന്ന സംഭാഷണം എന്തെങ്കിലും മെസ്സേജസോ ഫോട്ടോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തന്നെ മോളെ. അതാ ഞാൻ പറഞ്ഞ, ഞാൻ ഫോണ് ഈ അടുത്ത മാറ്റിയിട്ടുള്ളൂ. എന്തായാലും ഗൂഗിളിൽ കാണുമായിരിക്കും, നിങ്ങളെ ഫോട്ടോസ് കാണുമായിരിക്കും, അതെങ്കിലും എനിക്ക് ഇട്ടതാ. കാരണം ഞാൻ ഇത്രയും നിനക്ക് വേണ്ടി ചെയ്യുന്നില്ലേ, ഞാൻ ഒരു രീതിയിലും നിന്റെ അല്ലല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ ഉണ്ടെങ്കിൽ എന്തായാലും അയച്ചുതരാം, ഞാൻ നോക്കട്ടെ. ഞാൻ ഈ ഫോൺ പുതിയ ഫോണാ, ഇതില് അധികം ഫോട്ടോസ് ഒന്നും അധികം ഇല്ല. ഓക്കെ മോളെന്നാ ശരി എന്നാ കേട്ടോ. ഓക്കെ, സമാധാനത്തോടെ കടന്നു. ഞാൻ ഇവിടെ ഫയൽ ചെയ്യുക, പേടിക്കണ്ട. ഇവിടെ ഫയൽ ചെയ്തിട്ട് അവർ അന്വേഷണത്തിന് വരും, സാധനങ്ങളും അവിടുത്തെ ഹോട്ടൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ എടുത്തോളും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും വെളിയിൽ വരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം മോള് ചെയ്യുമ്പോൾ മോള് പറയണം, മോൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കാര്യം ദ്രോഹമൊക്കെ മോള് പുറത്ത് പറഞ്ഞേക്കണം കേട്ടോ. മോളുടെ പേരൊന്നും വരുത്തില്ല. ഓക്കെ ഓക്കെ മോനെ, ടെൻഷൻ അടിക്കണ്ട. മോളെ പോലെ ഇല്ല മോനെ, ഇനിയും പോയി അബദ്ധങ്ങളിൽ ഇതുപോലുള്ള വലിയ വൃത്തികെട്ടന്മാരോടൊന്നും അബദ്ധം കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓക്കെ മോളെ എന്നാ ശരി. എടുത്തോ. ശരി, എന്തായാലും നല്ല കാര്യം അല്ലേ, നല്ല കാര്യമെന്ന് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ. അതായത് സ്വന്തം നിലനിൽപ്പിലും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ചധികം തെളിവുകൾ ശേഖരിച്ചു, അതിനകത്ത് ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചു. സജിനയ്ക്കെതിരെ ഇപ്പൊ വന്നിട്ടുള്ള വോയിസുകളെല്ലാം സജിന തന്നെ സംസാരിച്ചിട്ടുള്ളതും സജിന തന്നെ സംസാരിച്ച് സജിന തന്നെ മെനി പേഴ്സൺസിന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള സാധനം അല്ലേ? അങ്ങനെയാണല്ലോ, അതാണല്ലോ സോഷ്യൽ മീഡിയ വന്നിട്ടുള്ളത്. അപ്പം നീ ഇപ്പം ഈ സംസാരിച്ച വോയിസ് നീ തന്നെ പറയുന്നു അതിനകത്തുള്ള പ്രായം എത്രയാണെന്നുള്ളത്. അപ്പം ഇതാര് ഷെയർ ചെയ്ത് കൊടുത്ത്? നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തല്ലേ? അപ്പം ഈ ഷെയർ ചെയ്ത് കൊടുത്തത് നല്ലതാണോ? വെരി ട്രസ്റ്റബിൾ പേഴ്സണ്, വെരി ട്രസ്റ്റ്ഫുള്ളി നമ്മളുടെ കൂടെ നിൽക്കുമെന്ന് കണ്ടപ്പോഴത്തേക്കിന്, നമ്മളെ ചേർത്ത് പിടിക്കുമെന്ന് കണ്ടപ്പോഴത്തേക്കിന് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത സാധനമാണ്. അങ്ങനെയാണോ ഈ പറയാൻ പോകുന്നത്? അപ്പം നീ കാണിച്ചത് നിയമലംഘനമല്ലേ? അല്ലേ? ഐഡന്റിറ്റി ഷെയർ ചെയ്യുന്നില്ലേ? ഈ വോയിസിന്റെ വ്യക്തമായ ക്ലാരിഫിക്കേഷൻ എടുക്കണം, എടുക്കുക തന്നെ വേണം. ഈ ഫിറോസ് എന്ന് പറഞ്ഞവൻ തന്തയില്ലാത്തവൻ ഇമാരി പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൺഫേം ചെയ്യുന്നുണ്ട് കേട്ടോ, അത് വേറൊരു കാര്യം. അതിന് വ്യക്തമായ ആക്ഷൻ എടുക്കുക തന്നെ വേണം, എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇത് നിയമപാലകരിലേക്ക് ഈ വീഡിയോ എത്തുന്നിടം വരെ നമ്മൾ ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. ബാക്കി അവർ നോക്കിക്കോളൂ എന്തുവാണെന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് അല്ലാതെ മറ്റേ ഡ്രഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന കേസ് കാര്യങ്ങളൊന്നും അല്ല. ഇത് എടുത്ത് പിടിക്കേണ്ട സാധനം തന്നെ, എടുത്ത് പിടിക്കുക തന്നെ ചെയ്യും. ഇനി ഇതേ വ്യക്തിയോട് തന്നെ ഫിറോസ് കൺഫസ് ചെയ്യുന്നൊരു കാര്യം, അതും കൂടെ കാണാം. ഹലോ, കാരണം മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്നിട്ട് ഊമക്കത്താൻ എന്തെങ്കിലും കാരണം ഫിറോസ്ക, അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ഒരു മാർഗ്ഗമില്ല, എന്റെ കരിയർ എല്ലാം നശിച്ചു. ഞാൻ ഇനിയിപ്പോ സൂയിസൈഡ് ചെയ്യാൻ പോവാം. സീരിയസ്ലി ഞാൻ പറയുക. ഫിറോസ്ക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയോടായിരുന്നോ? ഇത്രയും നിന്നെ ഹെൽപ്പ് ചെയ്തു. എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ്ക? ഞാൻ എന്നിട്ടും എന്റെ മനസാക്ഷിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഫിറോസ്ക. ഞാൻ കേസ് വേണമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം.
കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നാണം കെട്ടത് പോലെ തന്നെയാണ് ഫിറോസ്ഖാൻ നാണം കെട്ടുന്നത്. പിന്നെ കേസായാലാണ് ഈ പറഞ്ഞ കണക്ക് ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്. ഞങ്ങൾ നാണം കെട്ടില്ലേ എല്ലാരും? അത് മാത്രം നീ സജിന എന്നെ ഇല്ല, ഫിറോസ്ഖാക്ക് എന്നെ അറിയത്തില്ലായിരുന്നോ? ഫിറോസ്ഖാക്ക് എന്നെ അറിയത്തുള്ളൂ. ഞാൻ അവിടെ ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത മൂന്നാമതൊരാൾ കാരണമല്ല എന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ്ഖാൻ അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് മെസ്സേജ് വന്നത് ഞാൻ കാണിച്ചു തരാം. ആ സമയത്ത് എന്തൊക്കെയാണ് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരുമോ വരാതിരിക്കോ അത് എനിക്കുണ്ടായ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീഡിയോ ഇട്ടു കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ തന്നെ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിറോസ് ഇക്ക സജിന എന്ന് വിളിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തുള്ള ഇവരുടെ ടോക്ക. എടാ, ഇതിനെ ഒന്നും ഒരിക്കലും കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റാത്ത സാമാനങ്ങളാ. ഉള്ള കാര്യം പറയാം, ഒന്നും നല്ലതല്ല വെടുപ്പുമല്ല. കുഴി പോലും കിടത്താൻ കൊള്ളത്തില്ലാത്ത പ്രഷർ അന്നേരം ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം ഏറി കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 4-5 ദിവസം കൊണ്ട് ഏറി കയറി ആൾക്കാർ മൊത്തം ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഞാൻ സൂസൈഡ് ചെയ്യും ഉറപ്പായിട്ട്. റോസ്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉപ്പ് തിന്നുവൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അതിന് ആ രീതി ചെയ്യാം. എനിക്കിതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പം ബാക്കിയുള്ളവർ അതിന്റെ തെളിവ് എടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ലാസ്റ്റ് അത് പ്രശ്നമാവും. ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സായി ഇപ്പൊ നിനക്ക് പറ്റും നീ ചെയ്യും. കാരണം അല്ലെങ്കിൽ എന്റെ അവസ്ഥ നിനക്ക് അറിയില്ല. ചിലപ്പോ കേൾക്കുന്ന വേറെ ഞാൻ മരിച്ചെന്നുണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറ്റേ, ഞാൻ ഇതിനെ ഇളക്കാൻ വേണ്ടി പോയി. ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം കേസാന്ന് പറയാതെ ഈ കേസ് കൊടുക്കുമ്പോ കേസ് ഇൻവാലിഡ് ആവുമ്പോൾ ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇതിന് മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ ഒരു കാലത്ത് ഞാൻ വീണ്ടും ഇത് വന്ന് പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നത്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പം അത് ഫോക്കസ് ആക്കുക. പിന്നെ ആൾക്കാർ പറയും, ഓ ഇപ്പൊ തന്നെ ഇന്നലെ വീഡിയോ നമ്മൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണെന്ന് വരെ പറയുന്നുണ്ട്. ഫിറോസ് മണ്ടത്തരം കാണിക്കാതെ. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ എന്താ അതിന്റെ പേര്, പാർട്ടി ബേസ് സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും. നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയൂ, ഇത് അവർക്ക് ഒരു ഉമക്കത്ത് വന്നതാണ്, അത് വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും, ഓ ഇത് ഇപ്പൊ അവളെ ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ വേണ്ടി അവനെ സേവ് ചെയ്യാൻ നിൽക്കുവാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. എത്രയെന്ന് പറഞ്ഞാലും അത് പറയത്തുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബ് ഫിറോസ് ഖാൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഞാനും ഈ സിറ്റുവേഷനിലാണ് ഞാനൊക്കെ നിന്നത്. ഞാനും ഉമ്മയും പിള്ളേരും കൂടെ സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു നിന്നത്. ഞങ്ങളും അത് തന്നെയാണ് നിന്നത്. ആ സിറ്റുവേഷൻ തന്നെയാണ് ഞങ്ങൾ നിന്നത്. ഞാനും അനുഭവിച്ചു. ഞാൻ ഇത് ഒരിക്കൽ എടുത്ത് കളയുന്നതിനും എനിക്കിത് പറയുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക. വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാൽവഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇതാരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞ് വീണ്ടും അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. അത് നീ അല്ലാതെ ലോകത്ത് ആർക്കും കുത്തിപ്പൊക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിക്കോ. ക്ലിയർ ആയിട്ട് ആ ഒരു കാര്യത്തെ ഇയാളെ സമ്മതിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് അവൻ ചെയ്തത് അവൻ സമ്മതിക്കുന്നുണ്ട്. നിയമ നടപടി നേരിടണം. ഇതിന് തക്കതായിട്ടുള്ള നിയമ നടപടി നേരിടുക തന്നെ വേണം. ഫിറോസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഇതിന് തക്കതായിട്ടുള്ള നിയമ നടപടി നേരിട്ടേ കഴിയൂ. ഇത് ദിയേക്കറിയാം ഈ കാര്യങ്ങളൊക്കെ. ഈ സറൗണ്ടിൽ നിൽക്കുന്ന എന്റെ ഫ്രണ്ട്സുകാർക്കൊക്കെ അറിയാം. ആളുടെ കയ്യിൽ തന്നെ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്താ ഉറപ്പ്? ഒന്നുമില്ല, അത് അങ്ങനൊന്നും. വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് കുത്തിപ്പൊക്കുമ്പം ഇവരെല്ലാരും കൂടെ പറയും, ഇവർ രണ്ടുപേരും കളിക്കുവാണോ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് പ്രശ്നം വരും. ഞാൻ ചോദിക്കട്ടെ, നീയുമായിട്ട് സംസാരിച്ചപ്പോൾ അതങ്ങനെ വേറൊരാൾക്ക് പോകുന്നത്? ഞാനത് പറഞ്ഞല്ലോ. എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? ഞാൻ തന്നെ അയച്ചു കൊടുത്തല്ലേ. അതുപോലെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. നീ തന്നെ അയച്ചു കൊടുക്കൂ. എന്തോ സജിന നീ കാണിച്ചോണ്ടിരിക്കുന്നത്? അല്ലമ്മ, ഫിറോസൊക്കെ പറയുന്നത് ഞാൻ ആ വീഡിയോക്ക് എതിരെ ഒന്ന് വീഡിയോ ഇട്,
അതായത് ആ കൊച്ചിന്റെ 17 ഇപ്പൊ ഞാൻ ആ കേസ് ഫയൽ മിണ്ടാതിരിക്കുക. കേസ് ഞാൻ പോയാലേ, ഞാൻ മൊഴി കൊടുത്താലേ കേസ് പോകത്തുള്ളൂ. അന്നേരം ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞത് അത് നീ വിളിക്കണ്ട, ആ സാധനം പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫിറോസിനെ സപ്പോർട്ട് ചെയ്തതിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഫിറോസൊക്കെ ഇപ്പൊ പറയുന്നത്, ഞാൻ ആ വീഡിയോ ഇടുവാണെങ്കിൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് വീണ്ടും കുത്തി പൊക്കി കേസ് വെളിയിലോട്ട് വരുമല്ലോ. ഇത് ആൾക്കാർ ചിലത് വരെ മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങൾ മനസ്സിലോട്ട് പോയിട്ടുള്ളത്. ഇത് 2 ദിവസം കഴിയുമ്പോൾ ഇത് പറഞ്ഞു പോയി ഈ സാധനം. ഈ മറ്റേ എന്തോ പോകുന്ന സാധനം അല്ല സാധനം, ബാക്കി കാര്യം പോലെ അല്ലത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ആലോചിച്ചത് എങ്ങനെ പോകുന്ന കാര്യം നീ ചിന്തിച്ചാൽ ഞാൻ പറയുന്നത്. ഞാനൊന്ന് സംസാരിച്ച് ആർക്കെങ്കിലും ഡിസ്കസ് ചെയ്യട്ടെ കാര്യം. ഇത് ഞാൻ മണ്ടത്തരം വീണ്ടും മണ്ടത്തരം കാണിക്കുമ്പോഴേ എനിക്കത് ഡിസ്കസ് ചെയ്തോ, ആരോട്ട് ഡിസ്കസ് ചെയ്തോ. പക്ഷെ ഞാൻ ഇത് ഇങ്ങനെ പോകണം, കാരണം നിനക്ക് അറിയില്ല ഞാനിപ്പോ കേൾക്കുന്നത്. ഞാൻ ഉറപ്പായിട്ടും ഞാൻ അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഇത് ശരിയാണോന്ന് എനിക്ക് അറിയത്തില്ല, ഇത് മൈനറാണ്, അത് കേസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് പറയട്ടെ എന്ന് പറയുന്നുണ്ട് ഞാനത്. അങ്ങനെ വരെ നീ പറയുമ്പോ അത് ഊമക്കത്താണെന്ന് പറഞ്ഞാൽ പോലെ. വീണ്ടും ഇത് ശരി, ഞാനിപ്പോ വിളിക്കാം. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഫിറോസിന്റെ അടുത്ത് പറയുവാ. സായിയുടെ കയ്യിൽ നിന്ന് ഈ വോയിസ് റെക്കോർഡ് വെളിയിലായിട്ടുണ്ടെങ്കിൽ അത് ആര് വഴി ആയിക്കോട്ടെ, ഫിറോസിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ സായി കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ അറിയുന്നുണ്ട്. സായി കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഫിറോസിക്കാണ്. കേട്ടില്ല? യുടെ ഈ അള്ളാണ സത്യം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എടാ. ഇത്രയും ഒരു തേർഡ് റൈറ്റ് ഫാമിലി പേഴ്സൺസ്, കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തവര്, അടുപ്പിക്കാൻ പറ്റാത്തവര്, കൂട്ടുകൂടാൻ പറ്റാത്തവര്, അതുകൊണ്ടായിരിക്കും അവര് തമ്മിൽ ഒന്നിച്ചങ്ങ് നടന്നിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ. ഇതൊക്കെ കേട്ടിട്ട് ഈ ഫിറോസ് എന്ന് പറയുന്നവനെയും ഈ സജ്ന എന്ന് പറയുന്ന ഈ പിളയും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കൈ കൊടുക്കാൻ തോന്നുമോ? രണ്ട് വാണക്കുറ്റികൾ. ഇതിന് വ്യക്തമായ നിയമ നടപടി വരിക തന്നെ വേണം. ഇനി വോയിസിന്റെ ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം. അത് കണ്ടുപിടിച്ച് അതിന്റെ സത്യസന്ധത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ച ചോദ്യങ്ങളൊന്നും നല്ല ചോദ്യങ്ങളല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത ഒരാളെടുത്ത് ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളുമല്ല. അതിന് വ്യക്തമായ നിയമ നടപടി നേരിടുക തന്നെ വേണം. പിന്നെ ഫിറോസ് സത്യമാണെന്നുണ്ടെങ്കിൽ ഉള്ള സാറ്റിട്ടിരിക്കേണ്ട പരിപാടിയെ കാണിച്ചിരിക്കുന്നത്, ഉള്ള സാറ്റിട്ടിരിക്കുക തന്നെ വേണം.